എല്ലാ രംഗത്തും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എന്നാൽ ഹിംസയുടെ കാര്യത്തിൽ അത്തരം കരകളിലേക്ക് വഴുതി വീഴുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഹിംസയെ ക്രിയാത്മകമായി സർഗാത്മകമായി ചെറുക്കുക എന്നൊരാശയത്തെ മുൻനിർത്തി ക്രാക്കുന്നത്. ഈ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ചയിലേക്ക് കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പോലീസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് നാളായിട്ട്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി കേരളത്തിൽ നടന്ന ഈ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പഠിച്ചിട്ടുണ്ട് കേരള പോലീസ്. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ADGP മനോജ് എബ്രഹാം. അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കാനിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് എന്നാണ് അതിന്റെ കൺക്ലൂഷൻ. മറിച്ച് അതിന്റെ സ്വഭാവമാണ് മാറിയിട്ടുള്ളത് എന്നാണ് കണ്ടെത്താൻ. അപ്പോ അതിന്റെ ഒരു കണക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് 65 കൊലപാതക സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് അതിൽ 70 പേരാണ് മരിച്ചത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട്. അപ്പോൾ കണക്ക് തന്നെയാണത്. പ്രതിദിനം ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് ആവറേജ് ഒരുപക്ഷെ പോയേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. അത്ര കണ്ടൊക്കെ അക്രമ സംഭവങ്ങൾ നിലനിന്നിരുന്നു, ഇത്രയും കൊലപാതകങ്ങൾ കേരളത്തിൽ നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നമ്മൾ കാണാതിരുന്നത് തന്നെയായിരിക്കും. കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ആശങ്കയും ഒക്കെ ഇതിന് മുന്നേ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ മറ്റൊരു വസ്തുത ആ റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ പ്രധാനമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഈ എണ്ണം കൂടുതൽ കുറവോ എന്ന ചർച്ചയ്ക്കുപരിയായിട്ട് അതിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് എന്തെങ്കിലും ഒരു ദീർഘകാലത്തെ പ്രതികാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പക അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കണക്കുകൂട്ടിയുള്ള നീക്കങ്ങളുടെ ഒടുവിൽ നടക്കുന്ന കൊലപാതകങ്ങൾ എന്ന നിലയിലായിരുന്നു അത് പലതും സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. എല്ലാം അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എന്നാൽ തന്നെ നേറിയ പങ്കും അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പോലീസ് ഇപ്പൊ പറയുന്നത് ആ സ്വഭാവമാണ് മാറിയിരിക്കുന്നത്. മറിച്ച് പൊടുന്നതിന് അപ്പോൾ കയ്യിൽ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ഫിനിഷ് ചെയ്തു. ഇതാണ് ഒരു രീതി കാണുന്നത് എന്നാണ്. അതിനുള്ള ചില കണക്കുകൾ കൂടിയുണ്ട്. ഇപ്പൊ ഈ 70 കൊലപാതകങ്ങൾ നടന്നു, 70 പേർ മരിച്ചു എന്ന് പറയുന്നതിൽ 37 ഇതുപോലെയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 50% മേലെയായി 37 അങ്ങനെയാണ്. അതിന്റെ അർത്ഥം അതൊരു ട്രെൻഡായി, അതിന്റെ ഒരു പ്രവണതയായി സമൂഹത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇതിന് കാരണം എന്നുള്ളത്. അതാണ് പോലീസും അന്വേഷിച്ചത്. അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആകെ വന്നിട്ടുള്ള ഒരു സോഷ്യൽ ഡൈനാമിക്സ് എന്നാണ് പോലീസ് പറയുന്നത്. സോഷ്യൽ ഡൈനാമിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം ആണ് എന്നതിന് പകരം അടിസ്ഥാനപരമായി കുടുംബങ്ങൾ എന്താണ്, അതിന്റെ ചട്ടക്കൂട് എങ്ങനെയാണ്, അതിലെ അധികാര ബന്ധങ്ങൾ എങ്ങനെയാണ് എന്നത് നമ്മൾ നേരത്തെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ വ്യക്തമായി നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. മാത്രവുമല്ല അത് കൂടുതൽ സങ്കുചിതമായ അവസ്ഥകളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പൊട്ടിത്തെറികളാണ് ഇത്തരം കൊലപാതകങ്ങൾ എന്ന് വേണമെങ്കിൽ നിരീക്ഷിക്കാൻ കഴിയാതെ പോയ കുറെ കാരണങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. നമ്മളിപ്പോ അക്രമങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ കാലത്തും അക്രമങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും അക്രമങ്ങളുണ്ട്, കുറ്റവാസനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പഴയതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ പഴയത് ഒരുപക്ഷെ നമുക്ക് പറയാം അത് ഒരുപക്ഷെ അതിന് തുളകളുള്ള ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ അത് ഊർന്നു പോയിട്ടുണ്ടാകണം. ഇപ്പോൾ അത്തരം തുളകളില്ലാത്ത പാത്രങ്ങളിൽ ഒഴിച്ചു വയ്ക്കുന്നത് പോലെ ഈ വയലൻസിന്റെ ആ ഒരു സ്വഭാവം മാറിയിട്ടുണ്ടാവണം. അത് അവിടെ തന്നെ നിൽക്കുന്നു, അത് പ്രതിപ്രവർത്തിക്കുന്നു. ഒരു സമീപനമുണ്ട്, അത് വയലൻസിന് ഉൾപ്പെടെ അതുള്ളതാണ്. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് അടിസ്ഥാനപരമായ കുറേ ചോദനകളുണ്ട്. അപ്പോൾ അവസരം ഒത്തു വന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒന്നായി ക്രൈം മാറുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള സന്ദേഹങ്ങൾ, ആശങ്കകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഡോക്ടർ വർഷ വിദ്യാധരൻ നമ്മുടെ ശാസ്ത്രം ഒരു മനുഷ്യനിൽ അത് ഏത് രീതിയിലാണ് കുറിച്ച് പറയാനുള്ളത്? പറയാൻ കഴിയുന്ന അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രോഗ്രാം മീഡിയ വൺ സംപ്രേഷണം ചെയ്യുന്നില്ല.
ദൃശ്യസഹിതമുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ആ സമയത്ത് സംപ്രേഷണം ചെയ്യുന്നതിലൂടെ അത് എന്ത് ആഘാതമാണ് ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കുറെ കൂടി നോർമലൈസ് ചെയ്യുകയാണോ, ഈ പറയുന്ന വയലൻസിനെ നോർമലൈസ് ചെയ്യുകയാണോ ചെയ്യുന്നതെന്ന് ഈ ചാനലുകൾക്കിടയിൽ തന്നെ ധാരാളം ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ തന്നെയാണ് ഈ ചാനലുകൾ അത് ചെയ്യുന്നത്, അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആ നിലയ്ക്ക് ഉണ്ടാകാവുന്ന പുതിയ പുതിയ സംഭവങ്ങൾ, കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു MDMA പാക്കറ്റ് ഒന്നടങ്കം വിഴുങ്ങിയ ഒരു മരണം ഉണ്ടായത്. അതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അത് നമ്മുടെ സമൂഹത്തിന് കേവലമായ ഒരു വാർത്ത എന്ന നിലയ്ക്ക് മാത്രമല്ല, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനും സംവദിക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് കിക്ക് ഔട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നലെ മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതമായാലും കുടുംബങ്ങളായാലും എല്ലായിടത്തും വയലൻസ് ഒരു റിയാലിറ്റിയാണ്. അതിപ്പോ ദീദി ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വയലൻസ് മാത്രമല്ല, അതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈലന്റ് ആയ വയലൻസ്, അല്ലെ, വളരെ നിശബ്ദമായ വയലൻസ്. ഒരു കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചെന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ചിലർക്കൊക്കെ സാധിക്കും, അത് മനസ്സിലാക്കാൻ കഴിയും അവിടെ ഒരു വയലൻസ് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഹിപ്പോക്രസിയിൽ അത് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ചിലരുടെ മൗനങ്ങളിൽ മുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്താണ് നടക്കുന്നുണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത് തിരിച്ചറിയുകയും അതിനൊരു പരിഹാരം കാണുക എന്നതല്ല നമ്മളുടെ മുമ്പിലുള്ള പൊതുവായി നമ്മൾ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്. മറിച്ച് അവിടെ ആ സ്ത്രീ കൊല്ലപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മകൻ അവരെയെല്ലാം വെട്ടിക്കൊന്നാൽ, അപ്പോഴാണ് നമ്മൾ ഇത് വലിയ സംഭവമാണല്ലോ എന്ന് ചിന്തിക്കുന്നത് എന്നതാണ്. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് നടക്കുന്ന ഈ പറയുന്ന വയലൻസിന് ഒരു സാമൂഹികമായ ചില വേരുകൾ കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേരളീയ സമൂഹത്തെ ഒന്നിച്ച് നിലനിർത്തിയിരുന്ന പല തരം ഘടകങ്ങൾ നമുക്കുണ്ടായിരുന്നു. അത് വളരെ സാമൂഹികമായി ചരിത്രപരമായി നമ്മൾ ആർജിച്ചതാണ്. നമ്മൾ വിവേകികൾ എന്ന് പാടിയിട്ടുണ്ട്. അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹൃദയസ്ഥമാക്കിയ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ ആ കരുണ, സാഹോദര്യം, മൈത്രി തുടങ്ങിയ വികാരങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അത് പയ്യെ ചോർന്നു പോവുകയും വേറൊരു തരത്തിലുള്ള ഹെയ്റ്റ് എന്ന ഒരു സംഗതി പയ്യെ കടന്നു വരികയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് കഴിഞ്ഞ ഒരു 19 വർഷത്തിനുള്ളിൽ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഹെയ്റ്റ് ഇപ്പോ എങ്ങനെയാണ് ഹെയ്റ്റ് പ്രവർത്തിക്കുന്നത് എന്ന്, വിദ്വേഷം പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം ബന്ധങ്ങളിൽ മാത്രമാവണമെന്നില്ല. അത് എവിടെയും ഉണ്ടാകും. അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ഒരു നേതാവ് എന്നൊരു വിദ്വേഷ പ്രസംഗം നടത്തിയാൽ, അതിനെന്താ, അത് അയാൾ പറയുന്നില്ല, അയാൾ ഒരു വിവരമില്ലാത്തവനാണ്, അല്ലെങ്കിൽ അയാൾ ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്തവനാണ്, അയാൾ പറഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാലും അതിൽ നിന്ന് എന്തോ ഒന്ന് നമ്മുടെ തലച്ചോറിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചോദിച്ചിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ഓഫ് കോഴ്സ് നമുക്കത് വേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ വിദ്വേഷത്തിന്റെ പല തരത്തിലുള്ള വിത്തുകൾ അവിടെ പാകപ്പെടുന്നുണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കാൻ യാതൊരു വഴിയുമില്ല. അപ്പൊ അങ്ങനെയുള്ള, ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്ന് മാത്രമല്ല, ട്വിറ്റർ ഓർ എക്സ്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലുപരിയായി ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ നോക്കും. കുടുംബങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമ്മുടെ കുടുംബത്തിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും അത് മാത്രം നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അത് സാമൂഹികമായി ഉണ്ടാക്കിയിട്ടുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ പല തരത്തിലുള്ള സംഗതികളുണ്ട്. അത് നമ്മളത്ര സൂക്ഷ്മമായി അറിയണമെന്നില്ല. അതിലെല്ലാം ഉള്ളത് വയലൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഓരോ ഘട്ടത്തിലും ഈ സിനിമ ഇതിനെ റിഫ്ലക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചില സാധനങ്ങളിലേക്ക് പോകും. സിനിമ ഇപ്പോ മുമ്പും സിനിമയിൽ വയലൻസ് ഉണ്ടായിട്ടുണ്ട്, സിനിമ ഓൺ സ്ക്രീൻ വയലൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അതിനെ കാണുന്നത് ഒരു ഭയങ്കരമായ ഒരു തെറ്റായ കാര്യമായിട്ടാണെങ്കിൽ, ഇന്ന് ഒരുപക്ഷെ സിനിമയിൽ കാണുന്ന വയലൻസ് നമ്മുടെ ആദർശ ബിംബങ്ങൾ നടത്തുന്ന വയലൻസ് ആണ്. നമ്മൾ അതിനെ ഐഡിയലൈസ് ചെയ്യാണ്, അല്ലെ? അതും കൂടി ചെയ്യണം നമ്മൾ. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം.
ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കണ്ണലോടുങ്ങണം, ഇനി സ്നേഹം നിറയും. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തങ്ങളുടെ മക്കളും നോക്കിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തങ്ങളുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കണ്ണലോടുങ്ങണം, ഇനി സ്നേഹം നിറയും. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തങ്ങളുടെ മക്കളും നോക്കിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തങ്ങളുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കണ്ണലോടുങ്ങണം, ഇനി സ്നേഹം നിറയും. City Gold, Gold and Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ.